കാണാം വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ഉഷ്ണതരംഗ സാധ്യത മുൻനിർത്തി സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ അലർട്ടുകൾ പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടാണ്. ഗുജറാത്തിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മുതൽ ഈ മാസം 10 വരെ സൗരാഷ്ട്ര, കച്ച് മേഖലകളിൽ കടുത്ത ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ എന്നിവിടങ്ങളിലെ 21 നഗരങ്ങളിൽ കൂടുതൽ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രവചനം. ഗുജറാത്തിൽ 6 പതിറ്റാണ്ടിനു ശേഷം കോൺഗ്രസ് ദേശീയ കൺവെൻഷൻ. ദ്വിദിന കൺവെൻഷൻ അഹമ്മദാബാദിൽ നാളെ ആരംഭിക്കും. 1961 ശേഷം AICC ഗുജറാത്തിൽ ദേശീയ കൺവെൻഷൻ നടത്തുന്നത് ഇതാദ്യമായാണ്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെ കെമിക്കൽ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് റിപ്പോർട്ട്. സാൻഡ് ആർട്ടിന് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ഫ്രെഡ് ഡാരിംഗ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് സുദർശൻ പട്നായിക്കിന്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഇംഗ്ലണ്ടിലെ ഡോർസെറ്റിൽ നടന്ന 2025 സാൻഡ് വേൾഡ് ഇന്റർനാഷണൽ സാൻഡ് ആർട്ട് ഫെസ്റ്റിവലിലാണ് അവാർഡ് സമ്മാനിച്ചത്. ലോക സമാധാനമെന്ന സന്ദേശം വഹിക്കുന്ന ഗണപതിയുടെ 10 അടി ഉയരമുള്ള ശില്പത്തിനാണ് പുരസ്കാരം. പത്മശ്രീ അവാർഡ് ജേതാവ് കൂടിയായ ഒഡീഷ സ്വദേശി സുദർശൻ പട്നായിക് ഇതിനോടകം 65ലധികം അന്താരാഷ്ട്ര സാൻഡ് ആർട്ട് മേളകളിലും ചാമ്പ്യൻഷിപ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം നവീകരിച്ച മൈക്രോ ഡേറ്റ പോർട്ടൽ ആരംഭിച്ചു. ഡേറ്റ ആക്സസിബിലിറ്റി, ഉപഭോക്തൃ അനുഭവം, ഔദ്യോഗിക സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിലെ നൂതന സാങ്കേതിക വിദ്യകളുടെ സംയോജനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഇതോടൊപ്പം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ട്രെയിനിംഗ് അക്കാദമിയുടെ വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട്.